ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഈ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം? ചെറിയൊരു പോക്കറ്റ് മണി. കോളേജ്, അതേപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാവരുടെ കയ്യിലൊന്ന് സ്മാർട്ട് ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. എന്നാൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ആരും തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ് എന്നല്ലാതെ ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് അല്ലാതെ ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇതിന്മേ ചിലവിട്ടാൽ നിങ്ങൾക്കും ഉണ്ടാക്കാം ഡെയിലി 240 രൂപ എന്ന തോതിൽ. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻസ് മാത്രമല്ല ഉപയോഗിക്കേണ്ടത്, ജസ്റ്റ് നിങ്ങൾ ഇൻവിറ്റേഷൻ, അതായത് റെഫർ ചെയ്യുക വേണം. പക്ഷെ എന്നാൽ ഈ ആപ്ലിക്കേഷൻസിൽ റെഫറിങ് മാത്രമല്ല, ജസ്റ്റ് നിങ്ങൾക്ക് റെഫറിങ് ഇല്ലാതെയും ക്യാഷ് ഉണ്ടാക്കാം. അതിനായി ജസ്റ്റ് ഇതിൻ്റെ പേരാണ് പോക്കറ്റ് മണി എന്ന് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻസിൻ്റെ പേര്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോഴുള്ള ഐക്കണാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇതിലെ എല്ലാ സ്റ്റുഡൻസിനും എല്ലാവർക്കും ജസ്റ്റ് എന്താ പറയുക, ചെറിയൊരു ഇൻകം ഇതിൽ നിന്ന് ലഭിക്കും. ജസ്റ്റ് നമ്മുടെ റീചാർജിങ് അങ്ങനെ ചെറിയ ആവശ്യങ്ങളൊക്കെ ഇതിൽ നിറവേറ്റാം. ഡെയിലി 240 എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ ഒരു നല്ലൊരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ഏണിങ്സ് ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ജസ്റ്റ് സ്റ്റുഡൻസിനൊക്കെ നല്ല പ്രത്യേകം പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരു ക്ലാസ് റൂമിൽ നമുക്ക് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എന്നാൽ ഈ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന അവരുടെ നാട്ടിൽ അങ്ങനെ അവർക്ക് വേറെ ആയിട്ട് ഇൻകം ഉണ്ടാക്കാം. അങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഒരു വികസനമാണ് ഇവർ ലക്ഷ്യമിട്ടിട്ടാണ് ഇങ്ങനെ റെഫറിങ് മെത്തേഡും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ലൊക്കേഷൻ എന്ന് കാണിക്കുമ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക, ജസ്റ്റ് 5 സ്റ്റാർ ഓക്കെ കൊടുക്കുക. ഞാനിത് ഈ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് ആകെ വെറും ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഈ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെയാണ് ഈ ആപ്ലിക്കേഷൻസിൽ. മറ്റു പല ആപ്ലിക്കേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധ്യത 3 രൂപ, അതുപോലെ 7 രൂപ, 20 രൂപ ഇങ്ങനെ കാണുന്നു. പക്ഷേ നമ്മൾ ഒരിക്കലും ഇതിലിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്ര ചെറിയ എമൗണ്ട് ആകുമ്പോൾ നിങ്ങൾ കരുതും ഇത്ര ചെറിയ എമൗണ്ടിന് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്തെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന, അതായത് ഈ പോക്കറ്റ് മണിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റായിട്ട് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാവുന്നത് 48, 50, 30 ആ ഒരു റേഞ്ചിലുള്ള ആപ്ലിക്കേഷൻസ് മാത്രം കാണാം. അതിലാണെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ ഒട്ടനവധി ഉണ്ടാവും. പക്ഷെ എന്നാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെറിയ സംഖ്യ. ജസ്റ്റ് ഞാനിത് യൂസ് ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാൻ യൂസ് ചെയ്തതാണ്. ജസ്റ്റ് ഞാൻ എൻ്റെ മറ്റൊരു ഫോണിലേക്ക് റെഫർ ചെയ്തതാണ് 14 രൂപ. ഇതിൻ്റെ മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത് ഞാൻ 100 രൂപ ഞാൻ ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാം. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ അടിച്ച് വീണ്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് എനിക്ക് 14 രൂപ എന്നുള്ള എമൗണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ജസ്റ്റ് 2 ഓപ്ഷൻസ് ഉപയോഗിച്ചാണ്. ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം. റെഫർ ചെയ്തിട്ട്, അതായത് ഏത് നമ്പറാണെന്നുണ്ട് ആ നമ്പർ റെഫർ ചെയ്ത് അവരൊന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് കയറിയിട്ടുള്ളൂ. ജസ്റ്റ് രജിസ്ട്രേഷനൊക്കെ സിമ്പിളാണ്. അങ്ങനെ കയറിയിട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അവർക്കും കിട്ടിയിട്ടുണ്ടാവും എമൗണ്ട്. ജസ്റ്റ് അതിന് കൂടെ നമുക്ക് 10 രൂപ വെച്ചിട്ട് കയറും. ഈ 10 രൂപ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു നമ്പർ തന്നെ ആയതുകൊണ്ട് അത് റെഫറില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ആപ്ലിക്കേഷൻസ് ഇതിൽ എടുത്തത്. കാരണം ഞാൻ വേറെ പല സോഫ്റ്റ്വെയർസും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിലേക്കൊരു വല്ലാതെ മൈൻഡില്ല. അപ്പോൾ നിങ്ങൾക്കിതൊരു ഉപകാരമാകുമെങ്കിൽ അങ്ങനെ കരുതിയിട്ട് മാത്രമാണ്. ജസ്റ്റ് യൂസി ബ്രൗസർ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. ജസ്റ്റ് അതിനൊരു മെത്തേഡ് ഉണ്ട്, അതായത് അതിൻ്റെ ഫുൾ പൈസ കിട്ടാൻ അതേ മെത്തേഡ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം, ഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കിയതുകൊണ്ടാണ് 1 രൂപ കിട്ടിയിട്ടുള്ളത്.
ജസ്റ്റ് ഈ 15-ാം തീയതിയാണ് ഞാൻ റെഫർ ചെയ്തത്. പിന്നെ ഞാൻ ഇന്നാണിത് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊന്നും ഒരു ഓപ്പണിങ്ങും ചെയ്തിട്ടില്ല. 2 ദിവസം ഓപ്പൺ ചെയ്താൽ പിന്നെ അതിപ്പോൾ ഇൻസ്റ്റാൾ വെരിഫൈഡ്. ഇത് ദേക്കോ പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. 2 രൂപ. ജസ്റ്റ് അത് 12 രൂപയായിരുന്നു. പക്ഷേ 22-ാം തീയതി അത് ഓപ്പൺ അടിക്കാനുള്ളത് ഞാൻ ഓപ്പൺ അടിച്ചില്ല. ജസ്റ്റ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാൻ, നിങ്ങളിതിൽ ഞാൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻസ് പറഞ്ഞുതരാം എങ്ങനെയാണ് എമൗണ്ട് കിട്ടുന്നതെന്ന്. അപ്പോൾ അതിനനുസരിച്ച് അലാറം അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ആ ടൈം സെറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഇത് ഓണാക്കി ഒന്ന് നോക്കണം. എന്നാൽ മാത്രമേ ആ ഫുൾ എമൗണ്ട് കിട്ടുള്ളൂ. ജസ്റ്റ് ഇതൊക്കെ രജിസ്ട്രേഷൻ നമ്മൾ ഈ 3 രൂപ അങ്ങനെ ചെറിയ എമൗണ്ടിലൊന്നും എടുക്കാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ വല്ല ഇൻകം കിട്ടാത്തൊരു ഇത് ഇപ്പോൾ വാറ്റോ അത് നമുക്ക് 20 രൂപ തരുന്നുണ്ട്. ഇൻസ്റ്റാൾ കീപ്പ് ആൻഡ് ഏർണിങ്. ഇൻസ്റ്റാൾ ചെയ്തതിൽ വെച്ചാൽ കിട്ടും. ജസ്റ്റ് ഇൻസ്റ്റാൾ ഡൗൺലോഡ് ഓപ്പൺ ആപ്ലിക്കേഷൻ 5 മിനിറ്റ് ഗെറ്റ് റിവാർഡ് എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഓക്കെ 5 മിനിറ്റ് വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു രൂപയ്ക്കാരം കിട്ടുന്നുണ്ടാവുക. എന്നാൽ ഇത് 29-ാം തീയതി ഇത് ഓപ്പൺ ചെയ്താൽ, അതായത് അടുത്ത ശനിയാഴ്ച ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20 രൂപ കിട്ടുന്നതാണ്. ജസ്റ്റ് ഞാൻ ഈ ആപ്ലിക്കേഷൻസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്താവും എന്നറിയില്ല. കാരണം മെമ്മറി കാർഡ് ഇത് മെമ്മറി വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മേലൊരു ഐക്കൺ നിങ്ങൾക്ക് കാണുള്ളൂ. 10 മില്യൺ ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഓക്കെ 115 MB ഇതിൽ ഫ്രീ ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ ഉള്ളൊരു നിവർത്തില്ല. കാരണം എൻ്റെ ഏതെങ്കിലും നല്ലൊരു ആപ്ലിക്കേഷൻസ് ഞാൻ ഒഴിവാക്കിയാൽ മാത്രമേ എനിക്കിത് കാണിച്ചു തരാൻ കഴിയുള്ളൂ. ജസ്റ്റ് ഇതിൽ പറഞ്ഞത് കറക്റ്റായി കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻസ് തന്നെയാണ്. ജസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ ഐക്കൺ ഉണ്ട്. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. പിന്നെ ഇതിലൂടെ ഡെയിലി 250 ഇതിപ്പോൾ ഗ്യാരണ്ടി. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ 1 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി ആണ്. ജസ്റ്റ് 240 കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ മുകളിൽ കാണുന്ന 3 ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏർണിങ്സ് 30. ഓക്കെ. ഈ ഏർണിങ്സ് ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വാട്സപ്പ് ഫേസ്ബുക്ക് എങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ ലിങ്ക് ഇട്ടാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ ലിങ്കിൽ നിന്ന് രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഇത് തന്നെ ഈ ലിങ്ക് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് മെസ്സേജ് വഴി അങ്ങനെ ചെയ്യാം. എങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെയാണ്. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് നോക്കാം. ആ വീട്ട് വർക്കെന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ₹10 രൂപയാണ് ഒരാൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ അവർ ആ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഇതുപോലെ 5 പേരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ അയാൾക്ക് കിട്ടും. ഈ 50 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് അവർ 50 രൂപ Paytm റീചാർജ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് 10 രൂപ കിട്ടുക. അപ്പം ഞാനൊരു 100 രൂപ ചെയ്തെന്ന് പറഞ്ഞു. അന്ന് എന്നെ ആരാണോ റെഫർ ചെയ്തത് അവർക്ക് 20 രൂപ കൂടെ കയറിയിട്ടുണ്ടാവും. അങ്ങനെ 30 രൂപ കയറുന്നതാണ്. പിന്നെ ഇതിൽ സോഫ്റ്റ്വെയറിൽ ഏതെങ്കിലും പെൻഡിങ്ങോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഔട്ട് ഗോയിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ എന്നാണ് ആ ആപ്ലിക്കേഷൻസ് ഇനി തുറക്കേണ്ടത് എന്നൊക്കെ ഡേറ്റ് വരെ അതിൽ കാണാൻ പറ്റും. പോലക്സ് ഇൻസ്റ്റാൾ ചെയ്തൊരു പോസ്റ്റ് ചെയ്താൽ 2 രൂപ കിട്ടും. പിന്നെ 30-ാം തീയതി തുറന്ന 10 രൂപ. അങ്ങനെ 12. ജസ്റ്റ് നമ്മളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് അത് അതിൽ പറഞ്ഞ പോലെ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഇത് 14 രൂപ ഉണ്ട്. ഇതിൽ ഈ 3 ക്ലിക്ക് ചെയ്ത് റെഡീം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് Paytm അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് ഒക്കെ ചെയ്യാവുന്നതാണ്.
ജസ്റ്റ് മിനിമം 20 രൂപ മാത്രം മതി. ജസ്റ്റ് ഇത് 14 രൂപ ആയിട്ടുണ്ട്. ഞാൻ എന്നാൽ സോഫ്റ്റ്വെയർ എക്സ്പയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 24 രൂപ ആവേനു. അപ്പം അങ്ങനെയാണെങ്കിൽ പേടിഎമ്മിക്ക് 24 നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മിനിമം 20 ഉണ്ടാവണം എന്നുള്ളൂ. ഈ 20 എന്നുള്ള സംഖ്യ നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരാളെയും റെഫർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻകമാണ്. ജസ്റ്റ് നിങ്ങൾ പേടിഎം ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിങ് ലിങ്ക് വരും. ഏതിലേക്കാണ് ട്രാൻസ്ഫർ ഫോൺ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ലിങ്ക് റെഫർ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അങ്ങനെ എടുക്കാം. അതാണ്. ഓക്കെ, എൻ്റെ കൂട്ടുകാർക്ക് ഇത് നല്ലൊരു ഉപകാരമാകുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ ഗ്രൂപ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ബട്ടൺ താഴെയുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് സബ്സ്ക്രൈബ് ലിങ്ക് വരുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മാത്രം വരുമാനം ഉണ്ടാക്കിയിട്ട് ജീവിക്കാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ എടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പാർട്ട് ടൈം പാസ്. ഡെയിലി 240 എന്ന് പറയുമ്പോൾ ഞങ്ങൾ അത്രയും കുറച്ച് കഷ്ടപ്പെട്ടാൽ 240 കിട്ടും. പക്ഷെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കഷ്ടപ്പെടേണ്ടേ ഉള്ളൂ. ജസ്റ്റ് ഓഫീസ് അതേപോലെ എന്തെങ്കിലും സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സിമ്പിളാണ്. എങ്ങനെ ആയാലും ജസ്റ്റ് ഒരു 10 ഫ്രണ്ട്സെങ്കിലും ഉണ്ടാവാതിരിക്കില്ല ഒരാൾക്ക്. അപ്പം അങ്ങനെ 10 ഫ്രണ്ട്സിനെ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാൽ തന്നെ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.